പൈസയുടെ കാര്യം ഓർത്ത് താൻ വിഷമിക്കാൻ വേണ്ട. അല്ല ഒന്നും വേണ്ട, എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവന്നു ക്ലിയർ ആയിട്ട് എല്ലാം പണി തന്നിരുന്നു. ഒറ്റയ്ക്കുള്ളൂ സൂക്ഷിക്കാൻ കണ്ടും വേണേ, ഞാൻ പറഞ്ഞേക്കാം. എന്താ അയ്യോ നിങ്ങൾ സിംഹത്തെ വളർത്തുന്നുണ്ട് വീട്? അത് സിംഹം അല്ല, അതെന്റെ ഭർത്താവ്. അത് ഭർത്താവ് ഇവിടെ വയ്യാതെ കിടന്ന് ചുമക്കുന്നുണ്ടല്ലോ, എന്തിന്റെ സഹായം വേണമെന്നെ പറഞ്ഞാൽ പുതിയ ആളെ ഇയാളെ വന്ന കാര്യം നോക്കടോ, നോക്കടോ. ഭയങ്കര ഇതേ ചൂടാക്കി പൈപ്പ് വളയ്ക്കുന്ന പോലെ വളച്ചാലേ പറ്റത്തുള്ളേ. എന്താ? അല്ല ഈ പൈപ്പ് വളയ്ക്കുന്ന കാര്യം പറഞ്ഞാലേ. പൈപ്പ് വളയ്ക്കുന്ന കാര്യം ആയത് കൊള്ളാം. എന്തോ എന്താലാ എന്തോ എന്താലാ അല്ല ആരാ ഇത്? അല്ല ഞാൻ ഈ പൈപ്പിന്റെ സംഭവം കൊണ്ട്. പൈപ്പിന്റെ സംഭവം മനസ്സിലായില്ല. ആരാ സംഭവം? പ്ലംബർ. ഇതാരാന്ന് മനസ്സിലായോ? പോസ്റ്റ്മാനാന്ന്. പിന്നെ ആരാ? ഞാൻ ഈ വീട്ടിൽ പുതപ്പം കൊണ്ടുവന്ന ഒട്ടായി. എന്തായിരുന്നു ഇത്? ആരാന്ന് ഇത് കണ്ടാ മനസ്സിലായി? കാക്കേണ്ട മനസ്സിലായില്ലേ ഞാൻ ആരാന്ന്? ഈ ബെൽറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിട്ട് വാ. എനിക്ക് 2 കണ്ണിക്ക് കൂടുതൽ ഇട്ടേക്ക് വലിയ സാധനം. 2 കണ്ണിക്കുള്ളിൽ ആ ഇറുക്കം നോക്കാനാണ് വന്നത്. ആ പ്ലംബർ അല്ലേ? അത് ക്ലീൻ ആയിട്ട് പണി ചെയ്തിരിക്കണം. ക്ലീൻ ആയിട്ട് പണി ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തിരിക്കണം. സാറേ SI ആണോ സാറേ? അല്ലടാ കാക്കയിട്ട കോമാളി. കണ്ടാർന്നൂടെ ഞാൻ SI ആണോ? ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞേ. പണി ബാത്റൂം കാണിച്ചു കൊടുത്തോ? ബാത്റൂം കാണിച്ചു കൊടുത്തില്ലോ. ബാത്റൂം അകത്തുണ്ട്, പോയി ഒന്ന് നോക്ക്. എവിടെ? അങ്ങോട്ട് പോടാ ബാത്റൂം. ഇപ്പൊ ബാത്റൂമിൽ എന്തിനാ പോന്നെ? ബാത്റൂം പണിയാനല്ലേ നീ ഒന്നാ നോക്കണ്ടേത്? അതോ ക്ലോസറ്റ് അടുപ്പേല് നോക്കടാ. അവ ഇവിടെ കിടന്ന് കറങ്ങുവോ? ഇതുപോലെ നിങ്ങളൊരു 10 പണിക്കാരുണ്ടെങ്കിൽ വീട്ടിൽ ഫാൻ വേണ്ട. അതോ അങ്ങനെ പറഞ്ഞു വെറുതെ കിടന്ന് കറങ്ങുമല്ലോ. നിങ്ങളൊരു SI ആയിട്ട് ഇത്രയും ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഈ അറിയാത്തവരൊക്കെ ഈ പെരക്കകത്ത് ബാത്റൂമിനകത്തൊക്കെ പറഞ്ഞു വിട്ടാ എന്തെങ്കിലും എടുത്തോട്ട് പോയാൽ വല്ലതും അറിയോ? പിന്നെ നിന്റെ ബാത്റൂമിന്റെ ക്ലോസറ്റ് കിടക്കുന്ന കൊടുക്ക അത് നോക്കണ്ടേ. അവൻ ശരിയാകാൻ ചേർക്കാൻ ഡാൻസ് ആണ്. കുഴപ്പമൊന്നുമില്ല. ബാത്റൂമിൽ പോകാനാണ് ചെറിയൊരു പശ വെച്ചാൽ ഒട്ടിച്ചാൽ മതി. അയ്യോ പശു ചോട്ടിച്ചാ പിന്നെ പോവാൻ പറ്റും. അതല്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. സൈഡിൽ ചെറുതായിട്ട് ഇളയിരിക്കും. ഇച്ചിരി പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ട് കാര്യമില്ല. ക്ലോസറ്റ് ഇളക്കി അത് വൃത്തിയായിട്ട് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചെങ്കിലേ പറ്റൂ. ഇളക്കി കൊണ്ടുപോകാൻ സാറേ ആ ക്ലോസറ്റ് ഇളക്കിട്ട് കാര്യമില്ലെന്ന്. ഇളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നിനക്ക് അറിഞ്ഞൂടെ സ്വഭാവം? അല്ല അതല്ല സാറേ, ഇളവ് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒട്ടിച്ച് തരാം. ഇടയ്ക്കിടയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിട്ട് എന്റെ പെണ്ണുമ്പിള്ളേരെ കമ്മലല്ലോ ക്ലോസറ്റ് ആണത്. സാറേ അത് ഇളക്കിട്ട് കാര്യമില്ലെന്ന്. ഇടിന്ന് പറഞ്ഞാൽ ഞാൻ ഇടിക്കും. അറിഞ്ഞൂടെ എന്റെ സ്വഭാവം. ഞാൻ ഇടിയുടെ ആളാണ്. ഇത് കൊള്ളാം, ഇത് മാറ്റിപ്പിടി. ഇത് കൊള്ളാം, ഇത് മാറ്റിപ്പിടി. ഞാനത് പറയാൻ വരുമായിരുന്നു. കൊള്ളത്തില്ല പറഞ്ഞല്ലേ പോയി ഇളക്കാൻ. എന്നാ ഞാൻ അവിടെ ഷർട്ട് ചേട്ടാ ഞാൻ അവിടെ തേച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലയോ? എവിടെ തേച്ചിട്ട്? അലമാരയുടെ മോള് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. ഓ ആവശ്യമില്ലാത്ത വികാരമൊക്കെ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതെന്താണ് ഇളക്കി പോയി പൊട്ടിയെടുക്കാൻ? അത് നേരത്തെ ഇവിടെ ബംഗാളികളാണ് താമസിച്ചോണ്ടിരുന്നത്. ഓ പരിപ്പിന്റെയും കടലയൊക്കെ ഒരു പവറേ. സാറേ നേരത്തെ എവിടായിരുന്നു സാറേ? നേരത്തെ ഈ ക്ലോസറ്റ് ബാത്റൂമിലല്ലായിരുന്നു. നീ എല്ലാം ഇളക്കി ഇവിടെ കൊണ്ടുവച്ചോ? അതല്ല സാറ് നേരത്തെ എവിടായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത്? മാട്ടുപ്പെട്ടി. അതെന്താ പിന്നെ ഇങ്ങോട്ട് അവിടുന്ന് ഒരു മാറ്റം കിട്ടി. അതെന്താ വിഷയം? എന്താ സംഭവം? എന്തൊക്കെ കിന്നാരെന്ന് എനിക്ക് അറിയണോടൂ. എന്തൊക്കെ കിന്നാരം അറിയണേ? ക്ലോസറ്റ് ഒട്ടിക്കാൻ വന്നേന്നോ? റെഡിയാക്കണോ ഇത്? അല്ല എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? ഇതെല്ലാം അറിഞ്ഞാലേ ഇയാൾ പണിയൂ. അല്ല ഞാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചും കണ്ട് സംസാരിക്കുക. ഇതാരാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാവോ? കുംഫു, കരാട്ട, കൊച്ചുപിടി എന്ന് വേണ്ട എല്ലാ കലകളും അറിയാവുന്ന ആളാ. ഈ ടോണി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കോട്ടയം ടോണി. കോട്ടയം ടൗൺ ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയം ടൗൺ ടൗൺ അല്ല ടോണി. ഉണ്ടാ ഇവനെ ഞാനാ പിടിക്കാൻ വേണ്ടിട്ട് നേരെ കോട്ടയം പുഴയോരത്ത് പോയി. അവിടെ ചെന്നപ്പോ കിട്ടിയില്ല. കാരണം എന്താ എനിക്കറിയത്തില്ല. അവൻ വേറെ എങ്ങോട്ടാ പോയടാ. ഈ ടോണി എന്ന് പറഞ്ഞാൽ ഗുണ്ടാ വിളയാട്ട് വരുന്നവൻ. ഞാൻ ടോണിയെ പിടിക്കാൻ വേണ്ടി പുഴയുടെ തീരത്ത് പോയി. പുഴയുടെ തീരത്ത് ചെന്നപ്പോ അവിടെ ടോണി ഇല്ല. അവിടെ പാലം വന്നില്ല. അതുകൊണ്ടല്ലേ അവിടെ ടോണി ഇല്ലാത്തത്. ഇത് പറയാനാണ് ഇത്രയും കിടന്ന് അതാണ് ഇത്. ഈ സംഭവമാണ്. ഈ ടോണി അവിടെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ എന്ത് ചെയ്ത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ടോണിയെ പിടിക്കാൻ വേണ്ടി. അപ്പോഴും കിട്ടിയില്ല. ലാസ്റ്റ് ബസ്സിൽ കയറി പോയി കാണും ടോണി. അത്ര ഗുണ്ടയായിരുന്നു അവനെ ഞാൻ പിടിച്ച എങ്ങനെയാണെന്നറിയാം. പിടിച്ചിട്ട് എന്റെ 3 പേരിൽ ഞാൻ ഇങ്ങനെ വെച്ച് മർമ്മത്ത് പൊക്കുള്ള ഒരു ഒറ്റ കുത്തായിരുന്നു. അയ്യോ. പക്ഷേ അവനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു. കുത്തിയിട്ട് സാർ തന്നെ ആശുപത്രി കൊണ്ടുപോയോ? അതെ. അതെന്തിനായിരുന്നു? അത് നമ്മുടെ ഈ കല്യാണ മോതിരം ഇല്ലേ, ഇവന്റെ പൊക്കിളിൽ കൂടെ അകത്ത് കയറി പ്ലീഹയിൽ കയറി.
പിന്നെ നേരെ ആശുപത്രി കൊണ്ടുപോയി അതെടുത്തെങ്കിലേ ഇവിടെ വീട്ടിൽ കയറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ കാര്യം പറഞ്ഞോണ്ടിരിക്കെ ഞാൻ ഇപ്പൊ ഇച്ചിരി ചായ എടുത്തോണ്ട് വരാം. പറഞ്ഞോണ്ട് നിൽക്കാൻ വലിയ താല്പര്യമില്ല തെറ്റിക്കുന്നതിന് വേണ്ടി. എവിടാ കറക്റ്റ്? വേറെ മുമ്പ് എവിടെയെങ്കിലും പോയി പണി ചെയ്തിട്ടുണ്ടോ? മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പണി ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ ക്ലോസറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം സംശയം പോയി നോക്കാം. പിന്നെ കണ്ണി കണ്ടവരെ ക്ലോസറ്റ് നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ നടക്കും. നല്ല പണിയാ അതുകൊണ്ട് തന്നെ. ആ ശരി, ചായ റെഡി, ചായ റെഡി. ചാവടെ ആടാൻ ചായ കുടിക്കാൻ. ചായ വേണ്ട സാർ, ചായ വേണ്ട. ചായ കുടിക്കണോ? വേണ്ട ചായ വേണ്ട. വേണ്ട ചായ വേണ്ട. കുടിക്കോ സ്പെഷ്യൽ ചായ. അതെ അതെ, കൂട്ട് പറഞ്ഞു കൊടുക്കണേ. സാറിന്റെ ചായ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചായ കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചായ സാർ കുടിക്കത്തില്ല. ഞാൻ ഈ അടുപ്പില് 2 ഗ്ലാസ് വെള്ളം വെക്കും, അത് പറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കും. അതിലോട്ട് നല്ല പൊടിത്തയില, മൂന്നാറിന്ന് വരുന്ന നല്ല 1-ാം ക്ലാസ് പൊടിത്തയില ഇട്ട് അങ്ങ് തിളപ്പിക്കും. മാത്രമോ നല്ല ഇഞ്ചി, ഗ്രാമ്പു, കറുകപ്പട്ട ഇതെല്ലാം കൂടെ അങ്ങ് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കുമ്പോൾ ഊട്ടിന്ന് കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് നാരങ്ങ, നല്ല മഞ്ഞ നിറത്തിലുള്ള നെടുക അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഒരൊറ്റ മുറി എടുത്ത് ഇങ്ങനെ അങ്ങ് പിഴിയും. എന്നിട്ട് സ്പൂൺ കൊണ്ട് 2 കറക്ക്. ചേട്ടാ സത്യം പറയാമല്ലോ, ഇത് തരാൻ തോന്നില്ല, ഞാൻ കുടിച്ചോട്ടെ. ഞാൻ കുടിച്ചോളാം, പറഞ്ഞങ്ങ് കൊതിക്കോളൂ ഇവിടെ. പോണ്ടേ ഡ്യൂട്ടി? പോണം. ഇങ്ങോട്ട് നോക്കിയും കണ്ട് ഞാൻ ചെയ്തോളാം. പിന്നെ നാരങ്ങ എത്ര പിഴിഞ്ഞ? ഒറ്റ മുറി. ചില്ലറ വല്ലതും ചോദിക്കുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ചില്ലറ വല്ലതും വേണമെങ്കിൽ ചോദിച്ചാ മതി, തരാം. എന്താ ഒരു കിളി? അതിനകത്തൊരു കിളി. നാരങ്ങ 2 പിഴിഞ്ഞ? ഒറ്റ പെട്ടെന്ന് വേണം കേട്ടോ, പെട്ടെന്ന് സാവധാനം വേണം. പെട്ടെന്ന് സാവധാനം. സാവധാനം എന്താ? ബാത്റൂമിലൊന്ന് പോണം. അതിനിപ്പോ എന്താ, പോയിട്ട് വാ. അല്ല അതങ്ങനെ ശരിയാവും, ഇവിടെ ഇളക്കി വെച്ചേക്കല്ലേ. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം? അതെ, അടിവാരത്ത് ഒരു വണ്ടി മറിഞ്ഞു, സാറ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് സിഗ്നല്. ആർക്കെങ്കിലും വല്ല അപകടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, എപ്പോഴാണ് ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് പോയി ചോദിച്ചാലോ? ഈ ചേച്ചി അടുത്തൊക്കെ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോ 1 കിലോ അരി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അടുത്ത് ചോദിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നാണക്കേടല്ലേ? ഇപ്പൊ എന്തിനാ വിചാരിക്കുന്നത്, വല്ല പറമ്പിൽ പോവാൻ നോക്കുന്നേ? അഭിമാനം. നിങ്ങൾക്ക് അഭിമാനം പോകുന്നതാണോ നല്ലത്, അതോ അറിയാതെ പോകുന്നതാണോ നല്ലത്? അത് രണ്ടായാലും വിഷയം അങ്ങനെയല്ലേ. ഇതൊന്ന് പിടിച്ചു സാറേ, ഒന്ന് മുറുക്കാനാണ്. ഇതൊന്ന് മുറുക്കാനത് പിടിക്കുന്നു, മുറുക്കിന്ന്. നമ്മുടെ കുടുംബത്ത് നല്ല മുറുക്കുന്ന പെണ്ണുങ്ങളാ. നീ ഇത്രയും സമയം നോയിക്കൊണ്ടിരുന്നിട്ട് എന്തിനടാ ഇത് കൊണ്ടിരുന്ന് തന്നത്? അല്ല പുള്ളിക്കാരത്തേക്ക് ബലമില്ല. ഈ സമയത്താണ് അവളുടെ ബലം. നീ എന്നെ മുഴുക്കാന്നല്ലേ? നീ വന്ന ഒരു കാര്യം പറയട്ടെ. ഈ അറപ്പക്കിടന്ന് അറക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം. ഇത്രയും നേരം അവൻ അറക്കണ്ടായിരുന്നു, ഇപ്പോഴാണ് അറക്കുന്നത്. കൈ കെട്ടി ഇവിടെ വലിയ. അതെ, നേരത്തെ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയൊന്ന് സെറ്റ്. അപ്പുറത്തെ വാഴത്തോട്ടമല്ലേ ആ ഭാഗത്ത്? മോഹന്റെ മുതലാളിയുടെ ആണോ? ഞാൻ നോക്കിട്ട് വരാം. സാറിന് അവിടെ എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. സാറിന് രാവിലെ ഓട്ടം പതിവുള്ളതാ, ഇന്ന് ഓടാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴും ഓടിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഓടിയത്. ആരോഗ്യത്തിന് വേണ്ടി അങ്ങനല്ല, കൈയും കാലും ഇളക്കി ഓടണം. സാർ ഓടിക്കോളും, ഇയാൾ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം. എന്റെ ദൈവമേ, ഏത് വാക്കിന് പോകുന്നു ഏത് വാക്കിന് എടുക്കുമെന്ന് പറഞ്ഞൂടാ. എന്തുവാണോ ഇത്? ഇതിനെ അവിടെ പിടിപ്പിക്കണ്ട. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാതെ അവിടെ ക്ലൈമാക്സ് കഴിഞ്ഞു.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.